ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. എനിക്കിവിടെ 1 കിലോ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയപ്പോൾ ഒരു 3/4 കിലോ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഞണ്ട് ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് ഇട്ടതിന് ശേഷം ആ പൊടിയിലേക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവുന്നത് വരെ വേവിച്ചെടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് വെക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഞണ്ട് കഴിക്കുമോയെന്നറിയില്ല, പക്ഷേ ഒരുവിധം എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ കാണുവാനായി ബെല്ലൈക്കണും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.